മംഗളൂരുവിൽ ആൾക്കൂട്ടം തല്ലിക്കൊന്ന പറപ്പൂർ സ്വദേശി മൂച്ചിക്കാടൻ അഷ്റഫിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 10 മണിയോടെ നാട്ടിലെത്തിച്ചു. 11 മണിയോടെ ചോലക്കുണ്ട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവു ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച 2 മണിയോടെയാണ് യുവാവ് ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. കുടുപ്പ ഭദ്രക്കല്ലൂർ ക്ഷേത്ര പരിസരത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സംഘമാണ് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ച് യുവാവിനെ തല്ലിക്കൊല്ലുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെ കർണാടകയിൽ നിന്ന് ആംബുലൻസിലെത്തിച്ച മൃതദേഹം 10 മിനിറ്റോളം പറപ്പൂർ ചോലക്കുണ്ടിലെ ബന്ധുവീട്ടിൽ ആംബുലൻസിൽ തന്നെ പൊതുദർശനത്തിന് വെച്ച ശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും പ്രാർത്ഥനകൾക്ക് ശേഷം 11 മണിയോടെ കബറടക്കുകയുമായിരുന്നു. ചോലക്കുണ്ടിലെ മൂച്ചിക്കാടൻ കുഞ്ഞീതുവിന്റെയും റുക്കിയയുടെയും മകനാണ് അഷ്റഫ്. നാട്ടിലെ വീട് ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് ജപ്തിയിലായതിനാൽ കുറച്ചു വർഷങ്ങളായി കുഞ്ഞീതുവും കുടുംബവും വയനാട് പുൽപ്പള്ളിയിലാണ് താമസം. ആക്രി പെറുക്കി ഉപജീവനം കഴിയുന്ന യുവാവ് മാനസിക വെല്ലുവിളിയുള്ള ആളാണെന്ന് നാട്ടുകാർ പറഞ്ഞു. അതേസമയം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായോ സംഘടനയുമായോ യുവാവിന് ബന്ധമില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് 15 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് MTN ന്യൂസ്.